ആ പ്രവാചകൻ അറിയുമ്പോഴേ, ആ പ്രവാചകൻ ആരാണ് എന്നറിയുമ്പോഴേ, ആ പ്രവാചകൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയുമ്പോഴേ, ആ പ്രവാചകൻ നിന്നെയോർത്ത് വേദനിച്ചു, ആ പ്രവാചകൻ നിന്നെയോർത്ത് കരഞ്ഞു എന്നറിയുമ്പോഴേ, ആ പ്രവാചകന് മനസ്സിലെ സ്നേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആ പ്രവാചകനെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് സഹോദര നമുക്ക് പ്രവാചകൻ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം മനസ്സിൽ തട്ടുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാലല്ലാതെ മുസ്ലിമാവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഷഹാദത്ത് കലിമ ഈമാൻ കാര്യത്തിന്റെ കൂട്ടത്തിൽ ഒന്നായിട്ടല്ല അല്ലാഹു തആല പഠിപ്പിച്ചത്. ഈമാൻ കാര്യങ്ങളിലല്ല ഷഹാദത്ത് കലിമയുടെ സ്ഥാനം. ഷഹാദത്ത് കലിമയുടെ സ്ഥാനം ഇസ്ലാം കാര്യത്തിലാണ്. എന്താണ് ഈമാൻ കാര്യവും എന്താണ് ഇസ്ലാം കാര്യവും തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊക്കെ പാഠപുസ്തകത്തിന്റെ 1-ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. അവൻ നിർബന്ധമായും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ. ആ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ സത്യസാക്ഷ്യങ്ങൾ, ആ വാക്യങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു അല്ലാതെ എനിക്കൊരാരാധ്യനില്ല എന്ന് വിശ്വസിച്ചാൽ പോരാ. മുഹമ്മദ് നബി ഈ ലോകത്തിലേക്ക് അല്ലാഹു പറഞ്ഞയച്ച ദൂതനാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ, അത് സാക്ഷ്യപ്പെടുത്തണം. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ആരുടെ റസൂലാണ്? അല്ലാഹുവിന്റെ ദൂതനാണ്. ആരിലേക്കുള്ള ദൂതനാണ്? എന്നിലേക്കുള്ള ദൂതനാണ്. ഞാനടക്കമുള്ള ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചു മരിച്ചുപോയ, ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരിലേക്കുള്ള ദൂതനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ആ ദൂതൻ വന്നത്? എന്തിനാണ് റബ്ബ് ആ ദൂതനെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ലോകത്ത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കേണ്ടത് എന്ന് എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി എന്റെ റബ്ബ് എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച എന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താൻ അല്ലാഹു തആല ഓരോ മുസ്ലിങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു. സാക്ഷ്യപ്പെടുത്തണം, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവാചകനെ സാക്ഷിയാക്കേണ്ടത്, പ്രവാചകനെ മാതൃകയാക്കേണ്ടത് ആരാധനകളുടെ കാര്യങ്ങളിൽ മാത്രമല്ല. നമസ്കാരത്തിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എപ്പോൾ ചൂണ്ടണം, എപ്പോൾ എന്ത് ദിക്റുകൾ ചൊല്ലണം, ആരാധനകളുടെ കാര്യത്തിൽ മാത്രമല്ല എന്റെ പ്രവാചകൻ എനിക്ക് മാതൃകയാവേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് എന്റെ മുമ്പിലുള്ള വ്യക്തമായ ചിത്രമാകുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമ്മൾ അറിയണം ആ പ്രവാചകനെ. ഈ സമൂഹത്തെ ഓർത്ത്, നമ്മളെയോർത്ത് വേദനിച്ചവനാണ്, കരഞ്ഞവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് രണ്ടാമത്തെ സംശയം കൂടി വന്നു. രണ്ടാമത്തെ ഒരു സംശയം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ ജീവിച്ച ആ മനുഷ്യനെ 21-ാം നൂറ്റാണ്ടിന്റെ എല്ലാവിധ പുരോഗതിയുടെയും എല്ലാവിധ ഐശ്വര്യത്തിന്റെയും ഉത്തുംഗതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് മാതൃകയാക്കാൻ സാധിക്കുക? മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ആ പ്രവാചകനെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് മാതൃകയാക്കാൻ സാധിക്കുക? നമ്മളൊരു പക്ഷേ നമ്മുടെ മനസ്സിനോട് ചോദിച്ചേക്കാം. എന്നാൽ നമ്മൾ അറിയണം, ഈ ലോകത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് ഏറ്റവും നല്ല രൂപത്തിലാണ്. നമ്മുടെ മതം പഠിപ്പിക്കുന്നത്, മനുഷ്യന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ആ പ്രവാചകനോളം ഈ ലോകത്ത്, ഈ ഉമ്മത്തിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് പരിപാലിച്ചു പോന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഏത് രംഗത്തും, ആരാധനകളിൽ മാത്രമല്ല, കുടുംബജീവിതത്തിൽ, രാജ്യം ഭരിക്കുന്നതിൽ, ഒരു പട്ടാള മേധാവി, ഒരു കോടതിയുടെ സർവ്വസൈന്യാധിപൻ, എല്ലാ നിലക്കും ഒരു മനുഷ്യൻ എങ്ങനെയാണ് അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. വല്ലാഹി വല്ലാഹി ഇന്നി ലാ അത്ഖാകും, വല്ലാഹി ഇന്നി ലാ അത്ഖാകും, അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. പലിശയെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ, പലിശയുടെ ഭീകരതയെക്കുറിച്ച്, പലിശയുടെ പാപത്തിന്റെ വലിപ്പത്തെക്കുറിച്ച്, പലിശ ചെയ്യുന്നവന് നാളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഭീകരമായ ശിക്ഷയെക്കുറിച്ച് സംസാരിച്ചപ്പോ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, അങ്ങനെ പലിശയിൽ നിന്ന് മുക്തമായിട്ട് ജീവിക്കാൻ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് സാധിക്കുമോ? ആ ഇസ്ലാമിന്റെ നിയമങ്ങളിലൊക്കെ ചെറിയ ഭേദഗതികൾ നമ്മൾ വരുത്തേണ്ടതല്ലേ? അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിച്ചു, പലിശ എന്ന് പറഞ്ഞാൽ 60-ലേറെ ഇനങ്ങളുണ്ട്.
പലിശ എന്ന് പറഞ്ഞാൽ 60-ലേറെ ഇനങ്ങളുണ്ട്. ആ പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ, നാളെ പരലോകത്തിലെ അവസ്ഥ സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പലിശയിൽ ഏറ്റവും ലളിതമായ പലിശയുമായി ബന്ധപ്പെട്ടവന്റെ നാളെ പരലോകത്തിലെ അവസ്ഥ സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചവനെ പോലെയാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ നമുക്ക്? നമ്മൾ എന്തിനാണ് പലിശ വാങ്ങിയത്? നമ്മൾ എന്തിനാണ് ബാങ്കിൽ നിന്ന്, വട്ടിക്കമ്പനികളിൽ നിന്ന്, ബ്ലേഡ് കമ്പനികളിൽ നിന്ന്, സ്വകാര്യ ഫൈനാൻസുകളിൽ നിന്ന് എന്തിനാണ് നമ്മൾ പലിശ വാങ്ങിയത്? ബാപ്പാന്റെ ബൈപ്പാസ് ഓപ്പറേഷന് പൈസ വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. വീടിന്റെ പെയിന്റ് അടിക്കാൻ, കുട്ടിക്ക് സ്വർണം വാങ്ങാൻ, കാറ് പുതിയതാക്കാൻ, മോട്ടോർ സൈക്കിളിന്റെ പുതിയ മോഡൽ വാങ്ങാൻ, അല്ലേ? എന്തിനെല്ലാം നമ്മൾ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങി? ആ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയമങ്ങൾ അത് 21-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചോദിക്കുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഈ 63 വയസ്സുവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ 23 കൊല്ലക്കാലം പ്രവാചകൻ ജീവിച്ചത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു. അല്ലാഹു തആല വിരോധിച്ച ഒരു പ്രവൃത്തിയും ആ പ്രവാചകൻ ചെയ്തില്ല. അല്ലാഹു തആല വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യവും ആ പ്രവാചകൻ ചെയ്തില്ല. അല്ലാഹു വിരോധിച്ച ഒരു മാർഗത്തിലേക്കും ആ അല്ലാഹുവിന്റെ പ്രവാചകൻ പോയില്ല. അല്ലാഹുവിന്റെ സ്വർഗമെന്ന സ്വപ്നത്തിനു വേണ്ടി തന്റെ ജനങ്ങളെയും തന്റെ വീട്ടുകാരെയും തന്റെ കുടുംബത്തെയും തന്റെ ശരീരത്തെയും റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ പ്രവാചകൻ തന്നെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലും ആ പ്രവാചകൻ പണിയെടുത്തു. നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് യാതൊന്നും സമ്പാദിക്കാതെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നത്. പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തലേ ദിവസം, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തിലെ ജനകോടികളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ വീട്ടിൽ നിന്ന്, തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് അയൽപക്കത്തെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രിയിൽ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് യാത്ര. എന്തിനാ പോകുന്നത്? ഒരുപാട് ദിവസം ഭർത്താവിനെ ശുശ്രൂഷിച്ചിരുന്നപ്പോ, മുഷിഞ്ഞപ്പോ ഇത്തിരി സമയം അയൽക്കാരോട് കൊച്ചു വർത്തമാനം പറയാനല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ രോഗവിവരം പറയാനല്ല, ലോകത്തിന്റെ നേതാവായ, ജനകോടികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോ ആ പ്രവാചകന്റെ അടുത്ത് ഇത്തിരി വെളിച്ചം പരത്തുന്ന ഒരു ചെറിയ വിളക്കുണ്ട്, ഒരു ചെറിയ എണ്ണത്തിരി. ആ എണ്ണത്തിരിയിലുള്ള എണ്ണ തീർന്നു പോയിരിക്കുന്നു. ആ തിരി കരിന്തിരി കത്തി കെട്ടുപോയിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ, ലോകത്തിന്റെ വെളിച്ചമായ, ജനകോടികളുടെ മാതൃകയായ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യദിവസങ്ങളിൽ ആ പ്രവാചകന്റെ രോഗാവൃതമായ ശരീരത്തിന്റെ സമീപത്ത് കത്തിച്ചു വെക്കാനുള്ള എണ്ണത്തിരിയിൽ ഒഴിക്കാൻ ഒരിത്തിരി എണ്ണ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലുള്ള സുഹൃത്തെ, നമ്മുടെ പ്രവാചകനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ പ്രവാചകനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ആ പ്രവാചകൻ മരണത്തിന്റെ വേദന അഭിമുഖീകരിക്കുമ്പോഴും ആ പ്രവാചകന്റെ ചുണ്ടുകൾ ചലിച്ചത്, പ്രിയപ്പെട്ട ഉമ്മത്തെ, പ്രിയപ്പെട്ട സമൂഹമേ, നമുക്ക് വേണ്ടിയായിരുന്നു. മറക്കാതിരിക്കുക. തന്റെ മക്കളെ ഓർത്തല്ല പ്രവാചകന്റെ ചുണ്ടുകൾ അവസാനമായി ചലിച്ചത്. ഇതാ എന്റെ പടയെങ്കി പണയം വെച്ച് ഞാൻ വാങ്ങിയ 30 അടങ്ങടി ഗോതമ്പ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടുകളിൽ പട്ടിണിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊരു പിരിവെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല. അതല്ല പ്രവാചകൻ പറഞ്ഞത്. തന്റെ രാജ്യത്തെക്കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ തന്റെ പിന്മുറക്കാരെ കുറിച്ചോ അല്ല പ്രവാചകൻ സംസാരിച്ചത്. പ്രവാചകന്റെ അവസാന വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തിയത് അലാ ഇന്നലിൽ മൗതി സക്ര. സമൂഹമേ അറിയണം കേട്ടോ, മരണത്തിന് വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ട് കേട്ടോ. മരണത്തിന്റെ വേദന ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ സങ്കല്പങ്ങളിൽ കൂടിയല്ല, കഥാകൃത്തിന്റെ സങ്കല്പത്തിൽ കൂടിയല്ല അനുഭവിക്കുന്ന, അവസാനത്തെ വേദന അനുഭവിക്കുന്ന ആ വേദന ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ആ മഹാനായ പ്രവാചകനല്ലാതെ മറ്റാർക്കാണ് സഹോദര സാധിക്കുക? ബാപ്പ വീട്ടിൽ നിന്ന് പോവുക, ഒരു യാത്രക്ക് പോവുക. ബാപ്പ 4-5 ദിവസം കഴിഞ്ഞിട്ടേ ബാപ്പ മടങ്ങി വരുള്ളൂ. വീട്ടിലുള്ളത് ഭാര്യയും ചെറിയ കുറച്ച് കുട്ടികളും മാത്രം. ബാപ്പാക്ക് യാതൊരു സമാധാനമല്ല. ഞാൻ പോയാൽ മടങ്ങി വരുവോളെ എന്തേക്കാരം വീട്ടിന്റെ അവസ്ഥ. ഓരോ കാര്യങ്ങളും തലേ ദിവസം മുതൽ തന്നെ ബാപ്പ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഓരോ കാര്യം. വല്ലാത്ത വിഭ്രാന്തി. പോകാൻ നേരത്ത് വീട്ടിൽ നിന്നിറങ്ങി മുറ്റത്തിന്റെ പടി കഴിഞ്ഞപ്പോൾ ബാപ്പ ഒന്ന് നിന്നു.
ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബാപ്പ വിളിച്ചു, വീട്ടുകാരി എവിടെ വാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയതാ, ഈ ഒരു കാര്യം കൂടി കേട്ടോ, ആ മറ്റേ സാധനം അത് അവിടെ വെച്ചത് അത് മറക്കരുത് കേട്ടോ. എന്നിട്ട് ബാപ്പ വാഹനത്തിൽ കയറി. 23 കൊല്ലക്കാലം പീഡനത്തിന്റെ, അക്രമങ്ങളുടെ, മർദ്ദനങ്ങളുടെ, ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ തീക്കനലുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് പാഠം പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി അവസാനം ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നതിന് മുമ്പ് താൻ അനുഭവിച്ച ഒരു വികാരം കൂടി ഈ ലോകത്തിന് കൈമാറണമെന്ന്, തന്റെ സമൂഹത്തിന് കൈമാറണമെന്ന് ആ പ്രവാചകൻ ആഗ്രഹിച്ചു. റസൂൽ പറഞ്ഞു, ദാ കൂട്ടരെ, മരണത്തിന് വല്ലാത്ത ഒരു വിഭ്രാന്തി, ഒരു വേദന, വല്ലാത്ത ഒരു പ്രയാസമുണ്ട് കേട്ടോ. എന്നിട്ടും പ്രവാചകന്റെ ചുണ്ടുകൾ അടഞ്ഞില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ആ പ്രവാചകന്റെ വാക്കുകൾ, ഉമ്മത്തി ഉമ്മത്തി അസ്സലാത്ത് അസ്സലാത്ത്, എന്റെ സമൂഹമേ. ആ പ്രവാചകന്റെ ചുണ്ടുകൾ അനങ്ങുന്നത് ആയിഷ ബീവി പിടിച്ചെടുത്തത് അപ്രകാരമാണ്. ഉമ്മത്തി, എന്റെ സമൂഹമേ, അസ്വലാത്ത് അസ്വലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം കേട്ടോ, വീഴ്ച വരുത്തരുത് കേട്ടോ, അത് നിങ്ങളെ നശിപ്പിക്കും കേട്ടോ, അത് നിങ്ങളെ നമസ്കാരത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് വലിച്ചെറിയും കേട്ടോ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു അശ്രദ്ധയും നിങ്ങൾക്കുണ്ടാവരുത് കേട്ടോ, അത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, കാത്തു സൂക്ഷിക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന നമ്മൾ ആ പ്രവാചകന്റെ അവസാനത്തെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കി എന്ന് നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആനിലുണ്ട്, യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഏത് രൂപത്തിൽ നമസ്കരിക്കണമെന്ന് പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്ന ചിത്രം നമുക്ക് ഖുർആനിൽ വായിക്കാം. ശത്രു മുഖാമുഖം ആയുധങ്ങളുമായി നിൽക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ, നിസ്കാരത്തിന് സമയമായാൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുമ്പോൾ, മകൾക്ക് കല്യാണം തീരുമാനിച്ചത് മുതൽ സൽക്കാരങ്ങൾ തീരുന്നതുവരെ നമസ്കരിക്കുവാൻ സമയം കിട്ടാത്ത ബാപ്പമാരെ, ഉമ്മമാരെ, പരീക്ഷകളും പഠനങ്ങളും വായനകളും കളികളും നമസ്കാരങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണമായി വിശദീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളിൽ ഏറ്റവും പേടിച്ചതെന്താണോ ആ പേടിയിലേക്കാണ് സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലല്ല, പിതാവ് എന്ന രൂപത്തിൽ, വീട്ടുകാരൻ എന്ന രൂപത്തിൽ, ഭർത്താവ് എന്ന രൂപത്തിൽ, രാജാവ് എന്ന രൂപത്തിൽ, എല്ലാ രൂപത്തിലും. നമ്മളൊക്കെ പുറത്തേക്ക് നല്ല ആൾക്കാരാ, വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും ഇട്ട് ആരെ കണ്ടാലും ചിരിച്ച് കൈകൊടുത്ത് നമുക്ക് പുറത്ത് ആളുകൾക്ക് മുമ്പിൽ നല്ലവനായി ജീവിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ ഉൾത്തടങ്ങളിൽ തുടങ്ങി ആ പ്രവാചകന്റെ നന്മ നമുക്ക് ദർശിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാരിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വാന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ വീട്ടുകാരിയോട്, എന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയുമായി 2 പ്രാവശ്യം ഓട്ട മത്സരം നടത്തിയത്രേ. 2 പ്രാവശ്യം. ഭാര്യന്റെ കൂടെ നടക്കാൻ നമുക്ക് സമയമല്ല, ഭാര്യയുടെ കൂടെ നടക്കാൻ നമുക്ക് സമയമല്ല. ഓരോട് ബസ്സിൽ കയറാൻ പറയല, നീ നാട്ടിൽ നിന്ന് കയറിക്കോ, ഞാൻ ആശുപത്രിയിൽ അവിടെ ഉണ്ടാവട്ടോ എന്നെ കാത്തുക്ക. ഒന്നിച്ച് ബസ്സിൽ യാത്ര ചെയ്യാൻ നമുക്ക് സമയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഭാര്യയുടെ കൂടെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഓട്ട മത്സരം നടത്തി. 1 പ്രാവശ്യം ഭാര്യ ജയിച്ചു, 2ാമത്തെ പ്രാവശ്യം പ്രവാചകൻ ജയിച്ചത്രേ. അപ്പൊ ഈ പ്രവാചകന് വേറെ പണിയില്ലേനോ? ഒരു പണിയില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പണിയില്ല. 1.25 കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളൊരു പണിയുള്ളൂ. ആ പണി കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ഏറ്റവും തിരക്കായത്, ബിസിയായത്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമ, ഏറ്റവും വലിയ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ, ഒരുപാട് ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയായ ആ പ്രവാചകൻ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയ്ക്ക് തന്റെ ഭാര്യമാർക്ക് പകുത്തു കൊടുക്കേണ്ടത് അവർക്ക് പകുത്തു കൊടുക്കാൻ ആ പ്രവാചകൻ മടി കാണിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ സഹാബികൾ വീട്ടിൽ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. പ്രവാചകൻ കൈയും കാലും കുത്തി ഒരാനയെ പോലെ നടന്നു പോകുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുറത്ത് ഒരു ജേതാവിനെ പോലെ ഇരിക്കുന്നു. നിങ്ങള് ആരാണത്? ഒരു പണിയുമില്ലാത്ത പെൻഷൻ പറ്റിയ മനുഷ്യനല്ല, നാൽക്കാശിന് ഗതിയില്ലാത്തവനല്ല, ഒരേർപ്പാടിനും പറ്റാത്തവനല്ല. ലോകത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മനസ്സിൽ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആ പ്രവാചകനാണ് തന്റെ കൊച്ചുകുട്ടികൾക്ക് മുമ്പിൽ ഒരാനയായി, ഒരൊട്ടകമായി പ്രവാചകൻ കളിക്കുവാൻ വേണ്ടി നിന്നുകൊടുത്തത്.
എന്റെ അരമണിക്കൂർ സമയം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോരോ മുക്കിലും മൂലയിലുമുള്ള നമ്മുടെ മാതൃകകൾ ചികയുവാൻ ഒട്ടും സാധ്യമല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അതിന്റെ ഒറ്റയടി പാതയിൽ കൂടി ഇത്തിരി നേരം സഞ്ചരിക്കുവാൻ ഞാൻ